ഹായ്, ഈസ്റ്റ് ബംഗാളിലായിട്ടാണ് ഇന്ന് കളി. ഇപ്പോൾ പ്രീ മാച്ച് വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോ 2 പ്ലെയേഴ്സിന് എടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ അതങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകളൊക്കെ കിട്ടി. അതിനൊരു റിപ്ലൈ കൊടുത്തിട്ട് നമുക്ക് പ്രീ മാച്ച് വീഡിയോയിലേക്ക് കിടക്കാം. പ്രത്യേകിച്ച് രാഹുൽ കെ പിയുടെ കേസിൽ രാഹുൽ കെ പി കുറിച്ച് അങ്ങനെ നെഗറ്റീവ് പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ രാഹുൽ കെ പിയുടെ കഴിഞ്ഞ കളി മോശമായതുകൊണ്ട് അല്ല അങ്ങനെ തെറ്റുകളൊക്കെ എടുത്ത് പറഞ്ഞത്. പുള്ളി ഈ സീസണിൽ 18 കളി കളിച്ചിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗം കളിയും ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് പെർഫോമൻസാണ് പുള്ളിയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആണ് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ശരിക്കും നമ്മൾ അത്ര എക്സ്പെക്റ്റ് ചെയ്താൽ പോരാ പുള്ളിയുടെ ആ രീതിയിൽ പ്രൊഫൈലുള്ള ഒരു പ്ലെയറുടെ സൈഡിൽ നിന്ന്. പക്ഷേ ആൾക്കാർ ഇപ്പോഴും പുള്ളീനെ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഒരു ബിഗ് ഗെയിം പ്ലെയറാണ്, അതേപോലെ ഫൈനലിൽ ഗോൾ അടിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. പക്ഷേ അതൊക്കെ പാസ്റ്റാണ്. നമ്മൾ പുള്ളിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന പെർഫോമൻസ് പുള്ളിയിൽ നിന്ന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് നമ്മൾ ടീമിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ കണ്ടിന്യൂസ് ബാഡ് പെർഫോമൻസ് വന്നുകൊണ്ട് ഞാൻ മിസ്റ്റേക്സ് എടുത്ത് കാണിച്ചത്. അപ്പോൾ നമ്മൾ പുള്ളിനായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ISL ടീമിലെ ഏതെങ്കിലും വിങ്ങേഴ്സായിട്ട് എടുക്കുക. 10-11 ടീമുണ്ടല്ലോ. നമുക്ക് മോഹൻ ബഗാനിൽ നിന്ന് നോക്കി തുടങ്ങാം. മോഹൻ ബഗാൻ ഫാൻസ് നിലത്ത് നിർത്താതെ ഏറെ നിർത്തുന്ന 2 പ്ലെയേഴ്സാണ് ലിസ്റ്റണും മൻവീറും. ലിസ്റ്റന് 3 ഗോൾ 3 അസിസ്റ്റ് അടക്കം 6 ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട്. മൻവീർ അതുപോലെ 6 അസിസ്റ്റും 2 ഗോൾ അടക്കം 8 ഗോൾ കോൺട്രിബ്യൂഷൻ ഈ സീസണിൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഈസ്റ്റ് ബംഗാളിൽ നോക്കുന്ന നന്ദകുമാർ 6 ഗോളും 2 അസിസ്റ്റായിട്ട് 8 ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതേപോലെ തന്നെ നോറം മഹേഷ് 2 ഗോളും 2 അസിസ്റ്റായിട്ട് 4 ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട്. പിന്നെ നോർത്ത് ഈസ്റ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 3 ഗോളും 2 അസിസ്റ്റായിട്ട് ജിതിൻ 5 ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതേപോലെ തന്നെ പാർത്തിക് ഗോയയുടെ 4 ഗോളും 1 അസിസ്റ്റായിട്ട് 5 ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട്. പിന്നെ JFCക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ സനനുണ്ട്, ഇമ്രാനുണ്ട്. സനൻ 5 ഗോൾ കോൺട്രിബ്യൂഷനും ഇമ്രാൻ ഏകദേശം 4 ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട്. പിന്നെ ചെന്നൈയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വിൻസി പെരട്ടോ 2 ഗോൾ അടിച്ചിട്ടുണ്ട്. അതേപോലെ ഫറൂഖ് ചൗധരി 2 ഗോൾ 2 അസിസ്റ്റായിട്ട് 4 ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഗോവയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ യാസിർ 2 ഗോളും 1 അസിസ്റ്റായിട്ട് 3 ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട്. യാസിർ അതിന് മുമ്പ് HFC എന്നാണ് വന്നത്. HFCയിൽ 3 ഗോൾ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടാണ് പുള്ളി ഇവിടേക്ക് വന്നത്. ടോട്ടൽ 6 ഗോൾ കോൺട്രിബ്യൂഷൻ ഈ സീസണിൽ യാസിറുണ്ട്. മുംബൈയിലേക്ക് നമ്മൾ നോക്കാതിരിക്കുകയാണ് നല്ലത്. ചാങ്ത്തെ 6 ഗോളും 6 അസിസ്റ്റായിട്ട് 12 ഗോൾ കോൺട്രിബ്യൂഷൻ. വിക്രം പ്രതാപ് സിംഗ് 8 ഗോളും 4 അസിസ്റ്റായിട്ട് 12 ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കിടന്ന് കളിച്ചിട്ട് ബിപിൻ സിംഗിനുണ്ട് ഏകദേശം 4 ഗോൾ കോൺട്രിബ്യൂഷൻ അങ്ങാണ്ട്. അങ്ങനെ ഏകദേശം 11 ടീമായിട്ട് 10-20ഓളം ഇന്ത്യൻ വിങ്ങേഴ്സ് ഉണ്ട്. അവരിൽ ആരും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലരും രാഹുൽ കെപിന് അത്രയും മാച്ച് കളിച്ചിട്ടില്ല, മാച്ച് ടൈം കിട്ടിയിട്ടില്ല, നാഷണൽ ടീം പ്ലെയറോ ഒന്നുമല്ല. എന്നാലും അവരത്രയും ഗോളും അസിസ്റ്റും രാഹുൽ ചെയ്യണമെന്നല്ല. അറ്റ്ലീസ്റ്റ് ഗെയിം പ്ലേ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര മോശം ഗെയിം പ്ലേ ആണ് രാഹുലിൻ്റെ സൈഡിൽ നിന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തന്നിട്ടും പലർക്കും അത് ദഹിക്കുന്നില്ല. നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ അണ്ടർ-17 പ്ലെയറാണ്, ഇന്ത്യൻ ഇൻ്റർനാഷണൽ പ്ലെയറാണ്. പ്രൊഫൈൽ വെച്ച് പറഞ്ഞായിട്ട് കമ്പയർ ചെയ്യാനും പറ്റില്ല. പക്ഷെ എന്നാലും നമ്മുടെ ഫാൻസ് പുള്ളിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. പല സ്റ്റേറ്റ്മെൻറ്റും കാണുമ്പോൾ എനിക്ക് തോന്നുന്നു രാഹുൽ ഡിഫെൻഡ് ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് രാഹുലിൻ്റെ ഫാൻസ് ഡിഫെൻഡ് ചെയ്യണ പോലെ എനിക്ക് തോന്നിയത്. എന്നെ സംബന്ധിച്ച് ടീം തന്നെയാണ് വലുത്. നമ്മൾ എന്തുകൊണ്ട് തോക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ പ്ലെയേഴ്സിൻ്റെ സൈഡിൽ നിന്ന് വിചാരിച്ച പെർഫോമൻസ് വരുന്നില്ല. അവരുടെ പ്രൊഫൈലിനെ ടാലൻ്റ് അനുസരിച്ചുള്ള പെർഫോമൻസ് വരുന്നില്ല എന്നുള്ള ഒരു വലിയ കാരണം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഇന്നലത്തെ മാച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ രാഹുൽ കളിക്കില്ലെങ്കിൽ അപ്പം തന്നെ നമ്മൾ അടുത്ത പ്ലെയറെ സബ് ചെയ്യണം. പലരും പറയുന്നുണ്ട് രാഹുലിൻ്റെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ടാണ് കളിപ്പിക്കണമെന്നല്ല. ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ ആണ് നിങ്ങളൊരു വിങ്ങറിൽ നിന്ന് ഉദ്ദേശിക്കേണ്ടത്. അസിസ്റ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ 2 റൈറ്റ് ബാക്കിനെ കളിപ്പിച്ചാൽ പോരെ. എനിക്ക് 18 കളിച്ചിട്ടുണ്ടെങ്കിൽ 2 അസിസ്റ്റെങ്കിലും റൈറ്റ് ബാക്കിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇന്നലത്തെ എക്സാമ്പിൾ തന്നെ രാഹുലിന് പകരം ഒരു 10 മിനിറ്റാണ് സൗരവിന് കളിക്കാനായിട്ട് കിട്ടിയത്. എന്നാലും ആ 10 മിനിറ്റ് കൊണ്ട് സൗരവ് എനിക്ക് തോന്നുന്നു 80 മിനിറ്റിൽ രാഹുൽ ഒരു PST വന്നു. പക്ഷേ അത് അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള പാസ്സൊന്നുമല്ല. നമുക്ക് 10 മിനിറ്റിൽ രാഹുൽ 80 മിനിറ്റ് കളിച്ചതിനേക്കാളും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് എനിക്ക് പേഴ്സണൽ തോന്നിയത്. കോപ്പറേറ്റ് കിട്ടിയാലും വേണ്ട, നിങ്ങൾ കണ്ടു നോക്കും. പുള്ളിയുടെ ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ വരുന്ന ഒരു ക്രോസാണ്. പുള്ളിയുടെ രണ്ടാമത്തെ ഇൻവോൾവ്മെൻ്റ് ആണ് മാച്ചിൽ. നമ്മുടെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്രോസ് തന്നെയായിരുന്നു. പിന്നെ വരുന്നത് നമ്മുടെ ഹാഫിൽ ബോൾ ഇട്ടുന്നു. പുള്ളി ക്യാരി ചെയ്യുന്നതിന് മുമ്പ് തന്നെ മോളിലേക്ക് നോക്കിയിട്ട് ഒരു പ്ലെയർ റൺ ചെയ്യുന്ന കാണുന്നുണ്ട്. ഫെഡോറിനെ നൈസായിട്ട് പിക്ക് ചെയ്തിട്ട് ഡിഫൻസ് ലൈനിൻ്റെ പറയിലേക്ക് ബോൾ എത്തിക്കാൻ പുള്ളിക്ക് സാധിക്കുന്നുണ്ട്. ഫെഡോർ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്ത് പോസ്റ്റ് തട്ടിപ്പോയി, അല്ലെങ്കിൽ ഒരു അസിസ്റ്റ് കിട്ടാനായിരുന്നു. മൂന്നാമത്തെ ഇൻവോൾവ്മെൻറ്റ് വരുന്ന ഒരു ക്രോസാണ്. ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് പുള്ളി ക്രോസ് ചെയ്യണം. പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ബോൾ ബോക്സിൻ്റെ അക്രോസ് സെൻഡ് ചെയ്യാൻ പുള്ളിക്ക് പറ്റി. നാലാമത്തെ ഇൻവോൾവ്മെൻറ്റിൽ ഒരു പ്ലെയറെ നട്ട്മാർക്ക് ചെയ്തിട്ട് ബോൾ ബോക്സിൻ്റെ ഉള്ളിലേക്ക് പുള്ളി എത്തിക്കുന്നുണ്ട്. അപ്പം തന്നെ ഡിമീനെ പുള്ളി ബോക്സിൻ്റെ ഉള്ളിൽ സ്പോട്ട് ചെയ്യുന്നുണ്ട്. നൈസായിട്ടൊരു കട്ട് ബാക്ക് പാസ് പ്രോപ്പറായിട്ട് ലെഫ്റ്റ് ഫുട്ടിക്ക് ഡിമിയുടെ കൊടുക്കുന്നുണ്ട്. ഡിമിയുടെ സ്റ്റാൻഡേർഡ് വെച്ച് ഗോളാവേണ്ടതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഗോളായില്ല, അല്ലെങ്കിൽ ഒരു 3 പോയിന്റ് നമുക്ക് ഉറപ്പിക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സൗരവിനും നമ്മൾ രാഹുലിനായിട്ട് കമ്പയർ ചെയ്യാനുള്ള പ്രൊഫൈലില്ല. ഐ ലീഗിൽ നമ്മൾ സൈൻ ചെയ്തുകൊണ്ട് വന്ന ഒരു പ്ലെയറാണ്. നമ്മളധികം ചാൻസ് ഒന്നും കൊടുക്കാത്ത പ്ലെയറാണ്. പക്ഷേ എന്നാലും കിട്ടിയ ചാൻസ് പുള്ളി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും പുള്ളിക്ക് നമ്മുടെ ടീമിൽ ചാൻസ് കിട്ടാതിരിക്കുമ്പോൾ പുള്ളിയും ചോറ് തന്നെയും ഉണ്ട്. പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ തോന്നില്ലേ. നമ്മൾ ഇത് നിന്നെല്ലാം തുടങ്ങിയ പരിപാടിയില്ല. നമ്മളിങ്ങനെ കീപ്പ് ഓൺ
ചാൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് മലയാളി പ്ലേയേഴ്സ് ആകുമ്പോൾ. പക്ഷേ മറ്റ് പ്ലേയേഴ്സ് നമ്മൾ ചാൻസ് കൊടുക്കണം, എന്നാലും അവരുടെ സൈഡിൽ നിന്നുള്ള പെർഫോമൻസ് വരുള്ളൂ. ഇവൻ നിഹാലടക്കം ഡ്യൂറൻ കപ്പിൽ നല്ല ഒരു സൂപ്പർ കപ്പിൽ നല്ലൊരു അസിസ്റ്റ് ഡിമിക്ക് കൊടുത്തായിരുന്നു. ഒരു ചാൻസ് കൊടുക്കുമ്പോൾ അവർ ഇമ്പ്രൂവ് ആകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ചാൻസ് കൊടുത്താലേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഞാൻ പറയാനുള്ള പ്രത്യേക കാരണം, നേരത്തെ കുറേ വിങ്ങേഴ്സിൻ്റെ പേര് പറഞ്ഞു. അതിൽ പല വിങ്ങേഴ്സും നമ്മുടെ വിങ്ങേഴ്സായിരുന്നു. ഫറൂഖ് ചൗധരി ജെഫ്സി കളിക്കുന്നത്, അതേപോലെ ജിതിൻ എം എസ് 5 ഗോൾ കോൺട്രിബ്യൂഷൻ ഈ സീസണിലുള്ളത്, നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. നമ്മുടെ വിങ്ങറായിരുന്നു, നമുക്ക് വേണമെങ്കിൽ നിർത്താൻ പറ്റുന്ന പോലെ. വിൻസി ബെറട്ടോ കുഴപ്പമില്ലാണ്ട് കളിക്കുന്നുണ്ട്, അത്ര വലിയ മെച്ചമൊന്നും പറയാനില്ല. പക്ഷെ എന്നാലും രാഹുലിനേക്കാൾ നല്ല പെർഫോമൻസ് എനിക്ക് തോന്നുന്നു. നമ്മുടെ പ്ലെയറായിരുന്നു. പിന്നെ നാരോമോഹൻ സിംഗ് ടോപ്പ് കളിയാണ് ഇന്ത്യക്ക് വേണ്ടി. ഈസ്റ്റ് ബംഗാളിൻ്റെ ലാസ്റ്റ് കളി അവർ മാച്ച് ടൈം കിട്ടുകൊണ്ട് തന്നെ ഇമ്പ്രൂവ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ നമ്മുടെ ടീമിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് അവർ നന്നായിട്ട് കളിക്കുമ്പോൾ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ടീമിലുള്ളപ്പോൾ നമ്മൾ ഒരു ചാൻസ് കൊടുക്കാൻ ശ്രമിക്കുക, നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അപ്പോഴേ തന്നെ നമുക്ക് ടാലൻറ്റിനെ ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യം നോക്കാം. വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ഐസിൽ അവർ നിൽക്കുന്നത്. സൂപ്പർ കപ്പ് അടിച്ചെങ്കിലും ലാസ്റ്റ് 3 മാച്ച് തോറ്റിട്ടാണ് നമുക്കെതിരെ കളിക്കാനായിട്ട് വരുന്നത്. ലാസ്റ്റ് മാച്ച് ഡെർബി മാച്ചായിരുന്നു, മോഹൻ ബഗാനെതിരെ തോറ്റു. കോച്ച് കാർലോസിന് സസ്പെൻഷൻ കിട്ടി, അതുകൊണ്ട് പുള്ളി കൊച്ചിയിൽ പിച്ച് സൈഡിൽ ഉണ്ടാവില്ല. അതേപോലെ നന്ദകുമാർ ശേഖർ സീസൺ ഔട്ടാണ്, ഇഞ്ചറി ആയതുകൊണ്ട്. അപ്പോൾ പുള്ളി നമുക്കെതിരെ കളിക്കില്ല. അതുകൊണ്ട് എന്ത് നോക്കിയാലും നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു മാച്ചാണ്. നമുക്ക് പിന്നെ വേറെ വലിയൊരു അഡ്വാൻറ്റേജ് ഉള്ളൂ, നമ്മൾ ഓൾറെഡി ലാസ്റ്റ് മാച്ച് പഞ്ചാബ് തോറ്റ സ്ഥിതിക്ക് 5th സ്പോട്ട് കൺഫേം ആയിട്ട് നമ്മൾ പ്ലേ ഓഫിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അധികം പ്രഷറില്ലാതെ നമുക്ക് ലാസ്റ്റ് 3 മാച്ചും കളിക്കാം. കോച്ച് പ്ലേയേഴ്സിനെ റൊട്ടേറ്റ് ചെയ്യുന്നുള്ള സൂചനയൊക്കെ നൽകിയിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്. ഇവൻ നമ്മളെങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ 3 മാച്ച് ജയിക്കാനുള്ള സ്ക്വാഡ് ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമുക്ക് പ്ലേ ഓഫൊക്കെ വരുന്ന ഈ 3 മാച്ച് വളരെ അടുപ്പിച്ച് കളിക്കേണ്ടതുകൊണ്ടും റൊട്ടേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഇന്നത്തെ ഒരു 11 നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് മാച്ച് ജസ്റ്റ് ഇഞ്ചുറി പറ്റി, മിലോസിന് സസ്പെൻഷൻ, ഡാനിഷിന് സസ്പെൻഷൻ. അതുകൊണ്ട് 4 ഫോറിൻ പ്ലെയറെ നമുക്ക് അവൈലബിൾ ഉള്ളൂ. അവർ 4 ഫോറിൻ പ്ലെയറേയും വേണമെങ്കിൽ നമുക്ക് മെയിൻ ലെവലിൽ കാണേണ്ടി വരും, സബിൽ ഉണ്ടാവില്ല. മിലോസ് ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ലെസ്കോച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജയിക്കാം, എലോങ് വിത്ത് ഹോമിപ്പം. പിന്നെ റൈറ്റ് ബാക്കായിട്ട് നമുക്ക് പ്രീതത്തിനെ കളിപ്പിക്കാം, സന്ദീപിന് റെസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ. ലെഫ്റ്റ് ബാക്കാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടി. നവോജ് സിംഗ് കളിക്കുന്നത് വിചാരിക്കുന്നു. നമുക്ക് പ്രബീർ ദാസ് ഒറ്റയ്ക്കാണ് പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടത്. അപ്പോൾ പുള്ളിക്ക് ഇഞ്ചറാണ്. ലാസ്റ്റ് മാച്ച് പുള്ളി സബിലുണ്ടായിരുന്നില്ല, പുള്ളി കളിക്കില്ല എന്ന് വിചാരിക്കാം. അങ്ങനെ ലെഫ്റ്റ് ബാക്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അരിത്രേനെ സെക്കൻഡ് ഹാഫിൽ ഇറക്കാം. അതുപോലെ സെൻട്രൽ മിഡ് വരുന്നുണ്ടെങ്കിൽ ജീക്സനെ വേണമെങ്കിൽ റെസ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ജീക്സനെ സ്റ്റാർട്ട് ചെയ്തിട്ട് യോഹിംബെ അസറും നമുക്ക് ഓപ്ഷൻസ് ആയിട്ടുണ്ട്. അപ്പോൾ അവർക്കും ചാൻസ് കിട്ടുന്നു ജയിക്കുന്നു അറ്റ്ലീസ്റ്റ് സെക്കൻഡ് ഹാഫ്. പിന്നെ വിങ്ങറായിട്ട് നമുക്ക് ഐമനുണ്ട്, അതേപോലെ തന്നെ റൈറ്റ് വിങ്ങറായിട്ട് സക്കായി ഒബ്വിയസ്ലി ചോയ്സ് ആയിട്ട് വരും. പിന്നെ ഫെഡോറും നമുക്ക് ഈ ഷാമ്പൻ്റെ ഒപ്പം സ്റ്റാർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കാം. എന്തായാലും ഈ 3 മാച്ച് നമ്മളെങ്ങനെയെങ്കിലും സ്ക്വാഡൊക്കെ റൊട്ടേറ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പ്ലേ ഓഫ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫോറിൻ സ്ക്വാഡ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകാനുള്ള ചാൻസ് ഉണ്ട്. സാങ്കേതികമായുള്ള വിഷമതകളെല്ലാം മാറിയതായിട്ടാണ് സൂചനകൾ ഉള്ളത്. तू समझा? हाँ। नहीं, तू समझा नहीं.